ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ ഗുരുവായൂരമ്പല നടയിൽ വിപിൻ ദാസ് ജെ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര, നിഖില വിമൽ എന്നിവർ അഭിനയിച്ച് തകർത്ത ഗുരുവായൂരമ്പല നടയിൽ. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. കോമഡി ഫാമിലി ഡ്രാമ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു കല്യാണം, ആ കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരുക്കങ്ങൾ, ആ ഒരുക്കത്തിനിടയിൽ ഫാമിലിയിൽ നടക്കുന്ന ഒരു രസകരമായ ഒരു സംഭവം, ആ ഒരു ചെറിയൊരു ത്രെഡ് പിടിച്ചിട്ട് പടം ഫുള്ള് ഒരു 2.5 മണിക്കൂർ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന പറഞ്ഞൊരു ചില്ലറ കാര്യമല്ല. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും പ്രേക്ഷകരെ ത്രസിപ്പിച്ച് എൻ്റർടൈൻ ചെയ്ത് ചിരിപ്പിച്ച് ഔട്ട് ആൻഡ് ഔട്ട് ആ ഫിലിം ഫുള്ള് ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന പറഞ്ഞൊരു നിസ്സാര കാര്യമല്ല. കയ്യടി അറിയിക്കുന്നു ഡയറക്ടർ. ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ജയ എന്നൊരു സിനിമ, ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസിൻ്റെ അടുത്ത മൂവിയാണ് ഗുരുവായൂരമ്പല നടയിൽ. ജയയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു മെസ്സേജ് കൊടുക്കുക, ഒരു എന്താ പറയുക, ഒരു ഫാമിലിയോടുള്ള ഒരു ആക്ഷേപഹാസ്യം, അല്ലെങ്കിൽ വിമർശനങ്ങൾ, അങ്ങനെയൊന്നുമില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പാറ്റേണിൽ തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ ഒരു സ്ഥലത്ത് പോലും ബോറടിയില്ലാണ്ട് വളരെ ചടുലമായി ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നു. വളരെ ഒരു നല്ല ഇൻ്റർവൽ ബ്ലോക്കിലുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നമുക്ക് ചിരിച്ച് എൻ്റർടൈൻ ചെയ്ത തിയേറ്ററിലിരുന്ന് ഒരു ആരവത്തോടെ കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് നീക്കുമ്പോഴേക്കും എനിക്കൊരു ചെറിയൊരു ലാഗ് കുറച്ച് സ്ഥലത്ത് ഫീൽ ചെയ്തു. ആ ഫസ്റ്റ് ഹാഫിലോട്ട് കൊണ്ടുവന്നൊരു ഗ്രാഫിൻ്റെ ഒരു ഹൈപ്പ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും ചില സ്ഥലത്ത് അത് പിന്നെയും ഗ്രാഫ് മേളിലോട്ട് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന രസകരമായ സംഭവം, ക്ലൈമാക്സും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പടം നിർത്തുന്നു. ഒരു ചെറിയൊരു നെഗറ്റീവാണ് ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഒന്ന് താഴത്തോട്ട് പോയത്. പിന്നെ അത് കയറി വരുന്നു, നല്ല രീതിയിൽ ഒരു ക്ലൈമാക്സ് എത്തുന്നുണ്ട്. പോസിറ്റീവ് വശങ്ങളോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്, ആക്ടേഴ്സിൻ്റെ ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. പൃഥ്വിരാജൊക്കെ ഒരു രക്ഷയില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ബേസിലിനെ പിന്നെ പറയേണ്ട, തകർത്തഴിഞ്ഞാടിയിട്ടുണ്ട് പുള്ളി. ബാക്കി ആക്ട്രസിനെ കുറിച്ചാണെങ്കിൽ നിഖില വിമലാണെങ്കിലും അനശ്വരാണെങ്കിലും എല്ലാവരും അവരവരുടെ റോളുകൾ വളരെയധികം ഗംഭീരമായിട്ട്, ഈവൻ ചെറിയൊരു സ്പേസിൽ വന്നു പോകുന്ന ആക്ടേഴ്സ് വരെ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച് കയ്യടി വാങ്ങി പോകുന്ന ഒരു സീനാണ് നമുക്ക് തിയേറ്ററിൽ കാണാവുന്നത്. പൃഥ്വിരാജിൻ്റെ വേറൊരു രീതിയിലുള്ള പ്രകടനങ്ങളും ഒക്കെ നമുക്ക് നല്ല രസമായിട്ട് കാണാം. ബേസിലിൻ്റെ ഓരോ ചെറിയ സ്ഥലത്ത് ഉണ്ടാവുന്ന ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു സംഭവത്തിൽ ഒരു കോമഡി ആയിട്ട് തന്നെ ഇല്ലെങ്കിലും അവരുടെ പെർഫോമൻസ് കൊണ്ട് ആ സീൻസൊക്കെ അത് മികച്ചതായിട്ട് നിർത്തുന്നു. അതൊക്കെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടിട്ടാണ്. ടെക്നിക്കൽ വശങ്ങളിലൂടെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ ഇതിലൊരു പാട്ടുണ്ട്. നല്ല ഒരു മൂന്നോ നാലോ പാട്ടുകളുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായിട്ട് പോകുന്നു. മിക്സിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എഡിറ്റിംഗ് നല്ല അടിപൊളി എഡിറ്റിംഗ് പാറ്റേണാണ്. ഫസ്റ്റ് ഹാഫിനെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് ഗംഭീരമാക്കി തീർത്തതിൻ്റെ ഒരു മുഖ്യ പങ്ക് എഡിറ്റിങ്ങിന് തന്നെ കൊടുക്കണം. ബാക്കി ഛായാഗ്രഹണമായാലും അതിൻ്റെ ഒരു കളറിങ് ആയാലും എല്ലാം വളരെ മികച്ച് നിൽക്കുന്നു. ഒരു മികച്ചൊരു എൻ്റർടൈനറിന് വേണ്ട എല്ലാ ചേരുവകളും കൊടുക്കാൻ ഈ ഒരു ക്രൂ മെമ്പേഴ്സിന് സാധിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റർ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും അതിൻ്റെ മുഹൂർത്തങ്ങളൊക്കെ കോർത്തിണങ്ങിക്കൊണ്ട് ഇതിൽ ചെറിയ പടങ്ങളുടെ റെഫറൻസൊക്കെ വന്നിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് പടത്തിൻ്റെ. നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്നൊരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് എല്ലാ ഫ്രെയിമിലും കാണാം. എല്ലാ ഫ്രെയിമും റിച്ചായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ആ പടത്തിന് വേണ്ട റിച്ച്നെസ് ആ പടത്തിൻ്റെ എല്ലാ ഫ്രെയിംസിലും നമുക്ക് കാണാൻ പറ്റും. പടം നമ്മളെ വല്ലാതെ എൻ്റർടൈൻ ചെയ്യുന്നു. മികച്ചൊരു അഭിപ്രായം തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഗുരുവായൂരമ്പല നടയിൽ സ്വീകരിക്കുന്നത്. ഇത് ഗംഭീരമായിട്ട് തന്നെ നല്ലൊരു ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. എല്ലാവർക്കും എൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു വിത്ത് അനദർ റിവ്യൂ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്തക്ക ഒരു കാര്യം ഉണ്ടായിരുന്നു. പടത്തിനേക്കാളും കൂടുതൽ അതിൻ്റെ ഇടയിൽ കാണിച്ചൊരു ട്രെയിലറിന് കയ്യടി കിട്ടുന്ന ഒരു സംഭവം ഞാൻ തിയേറ്ററിൽ കണ്ടു. ടെർബോ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ആ തിയേറ്ററിൻ്റെ ഒരു കയ്യടി ഉണ്ടായിരുന്നു. ആ സിനിമക്ക് വന്ന എല്ലാ കയ്യടി കൂടി ആ ട്രെയിലർ കൊണ്ടുപോയില്ലായിരുന്നു. ടെർബോയുടെ റിവ്യൂ വേണ്ട അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.